ഇപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളിന്ന് കണക്റ്റഡ് പോയിന്റ് സയൻസിൻ്റെതാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിന്റെ എന്ത് ശരിയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? ഡി ആണ് വരുന്നത്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. അപ്പം ഈ ജാവലിൻ ത്രോ എന്നൊക്കെ പറയുന്ന സംഭവം ഏതിന് ഒരു ഉദാഹരണം ആണ്? ജാവലിൻ ത്രോ എന്നൊക്കെ പറയുന്നത് പ്രൊജക്ടൈൽ മോഷന് ഉദാഹരണമാണ്. എന്തിനാണ്? പ്രൊജക്ടൈൽ മോഷൻ. ഇപ്പൊ നമുക്ക് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ പാത എന്ന് പറയുന്നത് ഏതായിരിക്കും? പ്രൊജക്ടൈൽ മോഷന്റെ പാത എന്ന് പറയുന്നത് പാരബോളിക് ആയിരിക്കും. എന്താണ്? പാരബോളിക് ആയിരിക്കും. പാത പാരബോള പോലെ ആയിരിക്കും അത് പോകുന്നത്. ഇനി അത് കൂടാതെ ഇത് നമ്മൾ എത്ര റേഞ്ചിൽ എഴുതുമ്പോഴായിരിക്കും മാക്സിമം ഒരു റേഞ്ച് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രി ആംഗിളിൽ എറിയുന്ന സമയത്താണ് ഇത് മാക്സിമം കിട്ടുന്നത്. അപ്പൊ ഒരു അത്ലറ്റ് ഒരു ജാവലിനില് പരമാവധി തിരശ്ചീന പരിധി, അതായത് ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു പരിധി കിട്ടുമ്പോൾ അതിന്റെ എന്ത് തുല്യമാണ്? വെർട്ടിക്കൽ ആയിട്ടുള്ള പ്രവേഗവും ലംബീയ തിരശ്ചീനമായിട്ട്, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള പ്രവേഗം തുല്യമാണ് എന്നാണ് പറയുന്നത്. എന്താണ്? തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാകും. എപ്പോൾ? ഈ പാരബോളിക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ 45 ഡിഗ്രിയിൽ, അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷന് രണ്ട് ഉദാഹരണമാണ് ഈ പറയുന്ന ഡിസ്കസ് ത്രോ ആയാലും അതുപോലെ തന്നെ ജാവലിൻ ത്രോ ആയാലും. എന്തൊക്കെയാണ്? പ്രൊജക്ടൈൽ മോഷന് രണ്ട് ഉദാഹരണം ആണ് ജാവലിൻ ത്രോയും ഡിസ്കസ് ത്രോയും. അപ്പൊ ഇതിന്റെ പാത ഏത് ചോദിച്ചാലും, ജാവലിന്റെ ചോദിച്ചാലും ഡിസ്കസ് ത്രോയുടെ ചോദിച്ചാലും ആൻസർ എന്താണ്? പാരബോളിക് ആണ്. ഇനി ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കളെല്ലാം ഏതാണ്? പ്രൊജക്ടൈലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊജക്ടൈൽ മോഷൻ ആണ് ചരിച്ചു വിക്ഷേപിക്കുന്ന എല്ലാ സംഭവങ്ങളും. അപ്പൊ അവയുടെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആ ഒരു മാക്സിമം ആയിട്ടുള്ള ഈ ഒരു റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ റേഞ്ചിനോട് ആ ഒരു തുല്യമായിട്ട് ഇങ്ങനെ വരുന്ന കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പോലെ മാക്സിമം എത്ര ഡിഗ്രിയിൽ എഴുതുമ്പോഴാണ്? 45 ഡിഗ്രിയിൽ. ഇതിന്റെ ഷേപ്പ് എന്താണ്? പാരബോളിക് ഷേപ്പ് ആണ്. ഓക്കെ, അപ്പം 45 ഡിഗ്രി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ജാവലിൻ ത്രോ ചോദിച്ചാലും ഡിസ്കസ് ത്രോ ചോദിച്ചാലും അവയുടെ പാത പാരബോളിക് ആണ്. ഇനി ഇപ്പൊ അഡീഷണൽ ആയിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹൊറിസോണ്ടൽ ആയിട്ട്, അതായത് തിരശ്ചീനമായിട്ടുള്ള ആ റേഞ്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് വെർട്ടിക്കൽ റേഞ്ചിന് തുല്യമായിരിക്കും അറ്റ് 45 ഡിഗ്രി എന്ന കാര്യം കൂടെ ഓർത്തു വെച്ചേക്കണം. പ്രൊജക്ടൈലുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ചരിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കളാണെന്നും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ പഠിക്കുകയാണ്. അപ്പൊ ഈ പ്രവേഗം എന്ന് പറയുന്ന സംഭവം എന്താണ്? പ്രവേഗം എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് തിരശ്ചീന പ്രവേഗം എന്നിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവേഗം എന്ന് പറയുന്നത് വേഗതയുടെ എന്ത് തന്നെയാണ്? ഒരു അതിന് പറയുന്ന പേരെന്താണ്? സദിശ അളവ്, അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പറയുന്നതാണ് സദിശ അളവ്. സ്കെയിലർ ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം പറയാൻ വേണ്ടിയിട്ടാ? വെക്ടർ. അപ്പൊ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനും. ഇത് രണ്ടും കൂടെ വരുമ്പോൾ മാത്രമേ ഏതെന്ന് പറയാൻ പറ്റത്തുള്ളൂ? പ്രവേഗം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പ്രവേഗം എന്ന് പറയുന്ന സംഭവം നമ്മൾക്ക് കിട്ടണമെങ്കിൽ അവിടെ എന്തു വേണം? ഡിസ്റ്റൻസ് ആണോ ഡിസ്പ്ലേസ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരണം സംഭവിച്ചെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? പ്രവേഗം സംഭവിക്കത്തുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് ഏതെന്ന് പറയുന്നത്? പ്രവേഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥിരമായിട്ട് വരുന്നതാണ് 10th ലെവൽസിൽ, അതുകൂടെ പഠിച്ചു വെക്കണം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് പ്രവേഗം. വേഗത എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വേഗത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണെങ്കിൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്? പ്രവേഗമാണ്. ഇനി ഒരു നമ്മൾ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ വസ്തുവിന്റെ വേഗത കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗ്രാഫ് ഏതാണ്? സ്ഥാന സമയ ഗ്രാഫ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് അവിടെ ടൈമും പറഞ്ഞിട്ടുണ്ട്. സ്ഥാന സമയ ഗ്രാഫ് എന്തിനു വേണ്ടിയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സ്ഥാന സമയ ഗ്രാഫ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പൊ പ്രവേഗം എന്ന് ചോദിച്ചാലും വേഗത എന്ന് ചോദിച്ചാലും എന്താണ്?
ദൂരം അല്ലെങ്കിൽ സ്ഥാനാന്തരണത്തിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. സോ സ്ഥാന സമയ ഗ്രാഫ് ഉണ്ട് എങ്കിൽ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു വസ്തുവിന്റെ വേഗത കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് പ്രവേഗത്തിനെ സമയ ഗ്രാഫ് കൊണ്ട് നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആക്സിലറേഷൻ. ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഗ്രാഫ് പ്രവേഗ സമയ ഗ്രാഫ് ആണെന്ന് പഠിച്ചു നോക്കണം. എന്താണ്? ഈ പറയുന്ന പ്രവേഗത്തിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഏതാ? ത്വരണ ഗ്രാഫ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രവേഗ സമയ ഗ്രാഫ് ആണ് ത്വരണം കണ്ടുപിടിക്കുന്നത്. സ്ഥാന സമയ ഗ്രാഫ് എന്ത് കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? വേഗത കണ്ടുപിടിക്കണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് രണ്ട് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. വേഗതയും ഉണ്ട്, ത്വരണവും ഉണ്ട്. അപ്പൊ അതായത് നമുക്ക് വേഗത എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് എന്നോ ഡിസ്പ്ലേസ്മെന്റ് എന്നോ നമ്മൾ ഓർത്ത് വെച്ചേക്കണം ടൈം കൊണ്ട്. ഇനി വെലോസിറ്റി ബൈ ടൈം ആണെങ്കിൽ നമ്മൾക്ക് ആൻസർ എന്തു വേണം പറയാൻ വേണ്ടിയിട്ട്? അതാണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ആക്സിലറേഷൻ അഥവാ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഗ്രാഫ് പ്രവേഗ സമയ ഗ്രാഫും ദൂര അല്ലെങ്കിൽ സ്ഥാന സമയ ഗ്രാഫും ആണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേഗതയാണെങ്കിൽ. അതായത് നമ്മളോട് ചോദിക്കുവാണ്, ഒരു ഗ്രാഫ് തന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് ഇതിനകത്ത് ഈ സ്ഥാനവും സമയവുമാണ് എക്സ് വൈയിൽ വരുന്നതെങ്കിൽ നമ്മൾ അത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? ഇവിടെ സ്ഥാനം റിലേറ്റ് ചെയ്ത് ഇത് സമയം റിലേറ്റ് ചെയ്തിട്ടാണ് എങ്കിൽ അത് എന്ത് കണ്ടുപിടിക്കാനുള്ള ഗ്രാഫ് ആയിരിക്കണം? വേഗത കണ്ടുപിടിക്കാൻ. ഇനി അത് മാറ്റി പ്രവേഗവും സമയവുമാണ് എങ്കിൽ അത് എന്ത് കണ്ടുപിടിക്കാനായിരിക്കണം? ത്വരണം കണ്ടുപിടിക്കാനുള്ളതായിരിക്കണം. മനസ്സിലായോ പറഞ്ഞ കാര്യം? അപ്പൊ ഈ സ്ലൈഡിനകത്തുള്ള കാര്യങ്ങൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചലിച്ചു വിക്ഷേപിക്കുന്ന വസ്തുക്കൾ പ്രൊജക്ടൈല്, അത് ജാവലിൻ ത്രോയും ഡിസ്കസ് ത്രോയും ഉണ്ട്. അത് 45 ഡിഗ്രിയിലായിരിക്കും മാക്സിമം റേഞ്ച് കിട്ടുന്നത്. ആ ഒരു ടൈമിൽ തന്നെ വെർട്ടിക്കൽ ആയിട്ടുള്ള റേഞ്ചും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റേഞ്ചും തുല്യമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രവേഗവും തുല്യമായിരിക്കും ആ ഒരു ടൈമിൽ. ഇനി ഇതിന്റെ പാത പാരാബോള ആയിരിക്കും. ഇപ്പൊ നമുക്കൊരു ഗ്രാഫ് തരുവാണ്, സ്ഥാനത്തിന്റെയും സമയത്തിന്റെയും തമ്മിൽ തരുവാണ്. അത് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം? സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേസമയം നമ്മൾക്ക് ത്വരണം കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? പ്രവേഗത്തിന്റെയും സമയത്തിന്റെയും ഗ്രാഫ് ആവശ്യമാണ് ത്വരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തെരഞ്ഞെടുത്തെഴുതുക. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6-ലാണ്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥം ആണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നു. പാലിന്റെ pH മൂല്യം 7-ൽ കൂടുതൽ ആണ്. ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ഏതാണ്? കാഠിന്യം കൂടിയ മൂലകം ക്രോമിയം. ക്രോമിയം എന്ന് പറയുന്നത് ഗ്രൂപ്പ് 6-ലാണ്. അറിയാത്ത പോയിന്റൂടെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഗ്രൂപ്പ് 6-ലാണ്. ഗ്ലാസ് എന്ന് പറഞ്ഞത് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ശരിയാണോ? ശരിയാണ്. കർപ്പൂരത്തെ ചൂടാക്കിയാൽ അത് ദ്രാവകമായി മാറുന്നുണ്ട്. ആണോ? അല്ല, വാതകമായിട്ടാണ് മാറുന്നത്. പാലിന്റെ pH വാല്യൂ എത്രയാണ്? പാലിന്റെ pH വാല്യൂ ആൻസർ എത്രയാണ്? 6.4. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ട് പഠിക്കാം. ഈ ക്രോമിയം എന്ന് പറഞ്ഞിരിക്കുന്നത് കാഠിന്യം കൂടിയ മൂലകമാണ്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഏത് മൂലകത്തിനുള്ള ഏത് ബ്ലോക്കിലായിരിക്കും ഈ പറയുന്ന ക്രോമിയം ഉൾപ്പെടുന്നത്? ഡി ബ്ലോക്കിലായിരിക്കും ഉൾപ്പെടുന്നത്. ഏത് ബ്ലോക്കിലാണ് ക്രോമിയം ഉൾപ്പെടുന്നത്? ഡി ബ്ലോക്ക്. അപ്പൊ എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര ഗ്രൂപ്പ് വരെ വരുന്നു പറഞ്ഞേ? എസ് ബ്ലോക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പാണ് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്നത്. 3 മുതൽ 12 വരെയുള്ളത് ഏത് ഗ്രൂപ്പിലാ ഉൾപ്പെടുന്നത്? ഡി ബ്ലോക്കില്. അപ്പൊ ഈ ഗ്രൂപ്പ് 6 എന്ന് പറഞ്ഞത് ഏത് ബ്ലോക്ക് എന്നാണ് പറയേണ്ടത്? ഡി ബ്ലോക്ക് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്, പി ബ്ലോക്ക് എന്ന് പറയരുത് കേട്ടോ. അപ്പൊ 3 മുതൽ 12 വരെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഏത് വേണം പറയാൻ വേണ്ടിയിട്ട്?
ഡി ബ്ലോക്ക് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനി 13 ചോദിച്ചാലും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ഏതിനകത്ത് വേണം പറയാൻ വേണ്ടിയിട്ട്? പി ബ്ലോക്കിലാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു സംക്രമണ മൂലകം ആണല്ലോ. സംക്രമണ മൂലകങ്ങളെല്ലാം ഏത് തരത്തിലുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്? ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്നുണ്ട്. ഗ്രൂപ്പിനകത്തായാലും പീരീഡിനകത്തായാലും അവയ്ക്ക് ഏകദേശം ഒരേ ക്വാളിറ്റീസ് ഒക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് സംക്രമണ മൂലകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണാവസ്ഥ ആര് പ്രകടിപ്പിക്കുന്നുണ്ട്? ഈ പറയുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണിക്കുന്നുണ്ട്. എക്സാമ്പിൾസ് ആണ് അയൺ ആയാലും കോപ്പർ ആയാലും ഒക്കെ പല ഡിഫറെന്റ് ആയിട്ടുള്ള മൂലകങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഓക്സീകരണാവസ്ഥ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വേണം പറയാൻ വേണ്ടിയിട്ട്? ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 വേണം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ക്രോമിയം ചേർത്തിട്ടുള്ള ലോഹ സങ്കരങ്ങളെയൊക്കെ പറ്റിയിട്ട് പഠിക്കാം. അതായത് ഇത് ഗ്രൂപ്പ് 6 സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. am I right? ഗ്രൂപ്പ് 6 ക്രോമിയം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഡി ബ്ലോക്ക് മൂലകം ആണ്. അപ്പൊ ഈ ക്രോമിയം എന്ന് പറഞ്ഞത് നമ്മൾ പല സ്ഥലങ്ങളിലും നല്ല രീതിയിലും കാഠിന്യമുള്ള പദാർത്ഥങ്ങളൊക്കെ വേണ്ട സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രോമിയം ആഡ് ചെയ്യുന്നതായിട്ട് പല ലോഹ സങ്കരങ്ങളിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി എന്താണ് ലോഹ സങ്കരം എന്നിട്ടുള്ള കാര്യം നമ്മളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ അതിനകത്ത് ഘടകമൂലകങ്ങൾ ഏതുമാവാം. ലോഹമാവണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. 2 അതിലധികമോ ഘടകമൂലകങ്ങൾ ചേർന്നതും. അതിൽ ഒന്നെങ്കിലും ലോഹമായാൽ അതിനെ ലോഹ സങ്കരം എന്ന് പറയാൻ പറ്റും. എന്താണ്? ഒരെണ്ണമെങ്കിലും മെറ്റൽ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് എന്തെന്ന് പറയാൻ പറ്റും? അലോയ് എന്ന് വിളിക്കാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ അലോയ് എന്ന് പറയുന്നത് 2 അതിലധികമോ ഘടകമൂലകങ്ങൾ ഉണ്ടായിരിക്കണം. പക്ഷെ അതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും ആരായിച്ചാൽ മതി? മെറ്റൽ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് എന്ത് പേരിൽ അറിയപ്പെടാൻ പറ്റുന്നുണ്ട്? ലോഹ സങ്കരം എന്ന പേരിൽ അറിയപ്പെടാൻ പറ്റുന്നുണ്ട്. ഒന്നുകൂടെ പറയാം, 2 അതിലധികമോ ഘടകമൂലകങ്ങൾ. അതായത് നമ്മൾക്കിപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിക്കോട്ടെ, ക്രോം സ്റ്റീൽ ആയിക്കോട്ടെ, ഫ്യൂസ് വയർ ഒക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അപ്പൊ അതിനകത്ത് ഒരു പദാർത്ഥമെങ്കിലും എന്താവണം? മെറ്റൽ ആയി കഴിഞ്ഞാൽ അതിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? ലോഹ സങ്കരം എന്ന് വിളിക്കാൻ പറ്റും. ഇനി നമുക്ക് നിക്രോം എന്ന് പറയുന്നതിനകത്ത് ക്രോമിയം ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് പഠിച്ചു വെക്കാം. നിക്രോമിനകത്ത് എന്തുണ്ട്? ഇരുമ്പുണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കൽ ഉണ്ട്. എന്തൊക്കെയാണ്? ഇരുമ്പ്, ക്രോമിയം, നിക്കൽ എന്നിവയാണ് നിക്രോമിനകത്ത് യൂസ് ചെയ്യുന്നത്. 10th ലെവൽ മെയിൻസ് ലാസ്റ്റ് LDC പരീക്ഷയ്ക്ക് ലോഹ സങ്കരത്തിനും ലോഹത്തിനും ഒക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. സോ ഇതുകൂടെ പഠിച്ചു വെക്കണം. നിക്രോം, ഇരുമ്പ്, ക്രോമിയം, നിക്കൽ. ഇനി സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്? ഇരുമ്പ്, കാർബൺ, നിക്കൽ, ക്രോമിയം. സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട്. രണ്ടും ഡിഫറെന്റ് ആയിട്ട് വരും. സോ ഇരുമ്പും കാർബണും നിക്കലും ക്രോമിയവും കൂടെ ചേരുമ്പോഴാണ് എന്ത് പറഞ്ഞത്? സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഇരുമ്പുണ്ട്, കാർബൺ ഉണ്ട്, നിക്കല്, ക്രോമിയം. ഇരുമ്പ്, കാർബൺ, നിക്കൽ, ക്രോമിയം കൂടെ ചേരുമ്പോഴാണ് അതിനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24. നിക്രോം എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീലിൽ എന്തൊക്കെയാണ് എന്നിട്ടുള്ള കാര്യങ്ങൾ. നിക്രോമിനോടൊപ്പം എന്തും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ലഭിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീല്. കാർബണും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ലഭിക്കും. വെറുതെ കാർബൺ ഇല്ലെങ്കിൽ അതിന് എന്തൊരു പേര് പറയും? നിക്രോം എന്ന് പറയും. ഇതൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? നിക്രോം ഒക്കെ തേപ്പ് വട്ടിയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അയൺ ബോക്സിലൊക്കെ നിക്രോം യൂസ് ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കും. ഇതാണ് ഫസ്റ്റ് പോയിന്റ് എക്സ്പ്ലനേഷൻ. ഇനി ഗ്ലാസ് റിലേറ്റ് ചെയ്ത് പറയുവാണ്. നമുക്ക് ഗ്ലാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥം.
ആണല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഗ്ലാസിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ്? സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അല്ലെങ്കിൽ എന്ത് പറയാം? സിലിക്കേറ്റുകളുടെ മിശ്രിതമാണ്. പല രീതിയിലുള്ള ഗ്ലാസസ് ഒക്കെ അവൈലബിൾ ആണ്. ഫ്ലിന്റ് ഗ്ലാസ് ആയാലും പൈറസ് ഗ്ലാസ് ആയാലും ഫൈബർ ഗ്ലാസ് ആയാലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതിനകത്ത് നമുക്ക് ഈ സിലിക്കേറ്റ്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ മണ്ണാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞത്. ഏതിൻ്റെത്? ഗ്ലാസിനകത്ത്. അപ്പൊ അതുകൊണ്ടാണ് സിലിക്കേറ്റുകളുടെ മിശ്രിതം, സിലിക്കേറ്റ് അല്ലെങ്കിൽ സിലിക്ക എന്നൊക്കെ പറഞ്ഞത്. സിലിക്കേറ്റുകളുടെ മിശ്രിതം ആണ് ഏത്? ഗ്ലാസ് എന്ന് പറയുന്നത്. സിലിക്കേറ്റിന്റെ മിശ്രിതമാണ് ഏത്? ഗ്ലാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ജലത്തിൽ ലയിക്കുന്ന ഗ്ലാസിനെ വാട്ടർ ഗ്ലാസ് എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്ക് ഗ്ലാസിന്റെ കാഠിന്യം കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി പല രീതിയിലുള്ള ഗ്ലാസസ് ഒക്കെ അവൈലബിൾ ആണല്ലോ. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ബൊറാക്സ് എന്ന് പറയുന്ന സംഭവമാണ്. എന്താണ്? ബൊറാക്സ് ആണ് നമ്മൾക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഗ്ലാസിന്റെ കാഠിന്യം കൂട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? ബൊറാക്സ് ആണ്. ഗ്ലാസിന്റെ കാഠിന്യം കൂട്ടുവാനായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം ബൊറാക്സ് ആണ്. ഇനി ഹെൽമെറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫൈബർ ഗ്ലാസ് ആണ്. ഹെൽമെറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നു ഫൈബർ ഗ്ലാസ് ആണ്. ഹെൽമെറ്റ് ആണെങ്കിൽ ഫൈബർ ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. ഹെൽമെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫൈബർ ഗ്ലാസ്. തെർമോമീറ്ററിന് പൈറസ് ഗ്ലാസ് ആണ്. പൈറക്സ് തെർമോമീറ്റർ. ഇനി ആ തെർമോമീറ്ററിന്റെ അല്ലെങ്കിൽ പൈറക്സ് ഗ്ലാസിന്റെ വേറൊരു പേരാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ തെർമോമീറ്റർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറസ് ഗ്ലാസ് ആണ്. ആ പൈറസ് ഗ്ലാസിന്റെ വേറൊരു പേരാണ് ബോറോസിലിക്കേറ്റ്. ഒന്നുകൂടെ ഞാൻ പറയാം. ഗ്ലാസ് എന്ന് പറഞ്ഞത് സിലിക്കേറ്റുകളുടെ മിശ്രിതം ആണ്. ഗ്ലാസിനെ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓൾറെഡി നമ്മൾ ഗ്ലാസ് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ചേർത്ത് കഴിയുമ്പോൾ പല രീതിയിലുള്ള കളേഴ്സ് കിട്ടുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു കോഴ്സിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിനോട് കണക്ട് ചെയ്ത് പഠിച്ചോണം കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ബൾബ് ആയാലും ലെൻസിലായാലും പ്രിസത്തിലായാലും ഉപയോഗിക്കുന്നത് ഫ്ലിന്റ് ഗ്ലാസ് ആണ്. എന്താണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഫ്ലിന്റ്, FLINT, ഫ്ലിന്റ് ഗ്ലാസ് ആണ്. നൈസ് ആയിട്ടുള്ള ലെൻസിനകത്തായാലും പ്രിസത്തിനകത്തായാലും ഇലക്ട്രിക് ബൾബിനകത്തായാലും എല്ലാം യൂസ് ചെയ്യുന്നത് എന്താണ്? ഫ്ലിന്റ് ഗ്ലാസ് ആണ്. ഇനി ബോറോസിലിക്കേറ്റ് അഥവാ പൈറക്സ് ആണെങ്കിൽ എന്തിനാ വേണം? തെർമോമീറ്റർ ഒക്കെ ഉണ്ടാക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ് അല്ലെങ്കിൽ ബോറോസിലിക്കേറ്റ്. ഹെൽമെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു ഫൈബർ ഗ്ലാസ്. ഓക്കെ. അപ്പം ഈ ഗ്ലാസ് എന്ന് പറയുന്ന സംഭവം എന്താണ്? ഒരു ഫ്ലോട്ടിംഗ് തരത്തിലുള്ള അല്ലെങ്കിൽ ഒഴുകുന്ന രീതിയിലുള്ള സംഭവം ആണ്. ജലത്തിൽ ഗ്ലാസ് ലയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയിക്കും. അത് അങ്ങനെയുള്ളതാണെങ്കിൽ എന്ത് പറയും? വാട്ടർ ഗ്ലാസ് എന്ന് പറയും. വാട്ടർ ഗ്ലാസ്. ഇപ്പൊ ഗ്ലാസ് എന്തിന്റെ ഒരു മിക്സ്ചർ ആണ്? സിലിക്കേറ്റുകളുടെ മിക്സ്ചർ ആണ്. അപ്പൊ ഇത് ബേസിക്കലി ഇത്രയും കാര്യം ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കാഠിന്യം കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് പദാർത്ഥം യൂസ് ചെയ്യുന്നു? ബൊറാക്സ്. കാഠിന്യം കൂട്ടാൻ വേണ്ടിയിട്ട് ബൊറാക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഹെൽമെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഫൈബർ ഗ്ലാസ് ആണ്. തെർമോമീറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൈറസ് ഗ്ലാസ് അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ഇലക്ട്രിക് ബൾബ്, ലെൻസ്, പ്രിസം എന്നിവ ഉണ്ടാക്കുന്നു ഫ്ലിന്റ് ഗ്ലാസ്. ഇനി നമുക്ക് ഓരോന്നിന്റെയും pH വാല്യൂ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തും 2024-25 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് pH ഓരോന്നിൻ്റെതും ചോദിക്കുന്നുണ്ട്. അപ്പൊ പാലിൻ്റെതാണ് ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. പാലിന്റെ pH എത്ര എന്നാണ്? 6.4 എന്നിട്ടാണ്. ശുദ്ധജലം ആണെങ്കിൽ എത്ര വരുന്നുണ്ട്? ശുദ്ധജലം ആണ് എങ്കിൽ pH വാല്യൂ എന്ന് പറയുന്നത് 7. ഇനി നോക്കണം, രക്തവും പാലും ജസ്റ്റ് എന്തിന്റെ വ്യത്യാസമേ ഉള്ളൂ? 1ന്റെ വ്യത്യാസമേ ഉള്ളൂ. 6.4ഉം 7.4. ഇത് രണ്ടിനും ഇടയിലൂടാണ് ആര് വന്നിരിക്കുന്നത്? ഉമിനീര് വന്നിരിക്കുന്നത്. കണ്ടോ? 6.5ഉം 7.4ഉമാണ്
ഉമിനീര് റിലേറ്റ് ചെയ്ത് പറയുന്നത്. 6.4 പാലും 7.4 രക്തവും. അപ്പം പാൽ എന്ന് പറയുന്നത് എന്ത് സ്വഭാവം ഉള്ളതാണ്? ആസിഡാണോ ബേസ് ആണോ? പാൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അസിഡിറ്റി ഉള്ളതാണ്. അതായത് 7-ൽ താഴെ ഉള്ളതെല്ലാം ആസിഡ് എന്നും 7-ൽ കൂടുതലുള്ള വാല്യൂസിനെ എല്ലാം ആൽക്കലൈൻ അഥവാ ക്ഷാരഗുണം അഥവാ ബേസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ അവിടെ രക്തത്തിന്റെ pH വാല്യൂ 7.4ഉം പാലിന്റെ 6.4ഉമാണ്. 6.5 to 7.4 ആണ് ഉമിനീര്. കടൽ വെള്ളം എന്ന് പറഞ്ഞത് ഉപ്പാണ്. സോ 8 വരുന്നുണ്ട് അതിൻ്റെത്. ടൂത്ത് പേസ്റ്റിലും 8.7 ഉണ്ട്. 8 മുതൽ 9 വരെയാണ് അപ്പക്കാരത്തിൽ വരുന്നത്. ചുണ്ണാമ്പ് വെള്ളം 10.5, അമോണിയ 10.6 to 11 ആണ് വരുന്നത്. മൂത്രം pH വാല്യൂ 6 ആണ്. കടൽ വെള്ളമാണെങ്കിൽ 8, ശുദ്ധജലമാണെങ്കിൽ 7, പാലാണെങ്കിൽ 6.4, രക്തമാണെങ്കിൽ 7.4, ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ 8.7, അപ്പക്കാരമാണെങ്കിൽ 8 മുതൽ 9 വരെ റേഞ്ചിലാണ്. ചുണ്ണാമ്പ് വെള്ളം 10.5, അമോണിയ ആണെങ്കിൽ 10.6 to 11 ആണ്. ഈ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ക്ഷാരഗുണം കൂടുതലുള്ളത് അമോണിയ ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മളുടെ ആമാശയ രസത്തിൽ വരുന്നതാണ് ഏതാ? അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ റേഞ്ച് ആണ് 1.6 to 1.8 എന്ന് പറയുന്നത്. അപ്പൊ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ദഹനരസത്തിന്റെ pH വാല്യൂ ഏതാണ്? 1.6 to 1.8 ആണ്. നാരങ്ങ വെള്ളം 2.4 ആണ്. നാരങ്ങ വെള്ളം 2.4 ആണ്. ചായ 5.5, കാപ്പി 5, ബിയർ 4.5. ബിയറിന്റെ ഒക്കെ വാല്യൂസ് വന്നിട്ടുള്ള കേട്ടോ. അമ്ലമഴ ഏതാണ്? 4നും 5.5നും ഇടയിലാണ് അമ്ലമഴ. തക്കാളി ആണെങ്കിൽ 4.2, 4.4 ആണ് വരുന്നത്. വിനാഗിരി 4.2, വിനാഗിരി തക്കാളി. ഓറഞ്ച് ജ്യൂസ് 3.4 to 4.1, മുന്തിരി 3 to 3.2, നാരങ്ങ വെള്ളം 2.4. എല്ലാം പഠിക്കണം. ഒന്നുകൂടെ പറയാം. ശുദ്ധജലം 7, നാരങ്ങ വെള്ളം 2.4, കാപ്പി 5, അപ്പക്കാരം 8, 9, 6.4 പാല്, 7.4 രക്തം, കടൽ വെള്ളം 8, 4.2 വിനാഗിരി, 4.2 to 4.4 തക്കാളി, മുന്തിരി 3 to 3.2, ഓറഞ്ച് ജ്യൂസ് 3.1, 4.1, മുന്തിരി ഓറഞ്ച്, നാരങ്ങ വെള്ളം 2.4, ബിയർ 4.5, അമ്ലമഴ 4നും 5.5നും ഇടയിലാണ്. ഇവിടെയൊക്കെ വരുമ്പോ ഇച്ചിരി ടൈറ്റ് ആണ്. കൂടുതലും റേഞ്ച് ചോദിക്കുന്നത് മൂത്രം, പാല്, ഉമിനീര്, ശുദ്ധജലം, രക്തം, കടൽ വെള്ളം, ചായ, കാപ്പി, ബിയർ. ഇവിടം വരെ വെച്ചിട്ടാണ് PSC ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പെർഫെക്റ്റ്ലി അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഓക്കെ, അപ്പൊ ഇനിയും പറയണോ? നാരങ്ങ വെള്ളം കിട്ടുമോ? വിനാഗിരി 4.2, തിരിച്ചിട്ടാൽ മതി. 2.4നെ തിരിച്ചിടുക. വിനാഗിരി 4.2, തക്കാളി 4.2, ബിയർ 4.5, പാല് 6.4, രക്തം ഇത് കിട്ടും, കടൽ വെള്ളം കിട്ടും, ടൂത്ത് പേസ്റ്റ് കിട്ടും, അപ്പക്കാരം കിട്ടും, ചുണ്ണാമ്പ് വെള്ളം കിട്ടുമെന്ന് അറിയത്തില്ല, അമോണിയ 10.6, 11, മൂത്രം 6, കാപ്പി 5, ചായ 5.5.
ഓറഞ്ച് ജ്യൂസ് 3.1, 4.1, മുന്തിരി 3 to 3.2. ഓക്കെ, ഇത് പഠിച്ചോണേ. ഇവിടുത്തെ വാല്യൂ എന്താണ്? പാലിന്റെ പി എച്ച് അല്ല, പാലിന്റെ പി എച്ച് മൂല്യം 7ൽ കൂടുതലാണോ? ശരിയാണോ? കുറവ്. ഏത് വരുന്നുണ്ട്? 6.4 വരുന്നുണ്ട്. 11 വരുന്നത് ഏതിന്റെയാണ്? 11 വരുന്നത് ഏതിന്റെയാ? 4.2 ഏതിന്റെ വരുന്നുണ്ട്? വിനാഗിരി. 2.4 നാരങ്ങ വെള്ളം. 6 ഏതിന്റെയാണ്? മൂത്രം. 5 ഏതിന്റെയാണ്? കാപ്പി. 5.5 എന്തിന്റെയാണ്? ചായ. രക്തം 7.4. ഉമിനീര് 6.5 to 7.4. തിരി 3 റേഞ്ച് വരുന്നത് അല്ലേ? 3 to 3.2. അത്യാവശ്യം കിട്ടുമല്ലോ. അമ്ലമഴ പഠിച്ചു വെച്ചോണേ. അമ്ലമഴ. ഓക്കെ. ഇനി ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണ് എങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 into 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണ്? ഇത് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 108 ഗ്രാം ആണ്. ഇത് കൃത്യമായിട്ട് അറിയാത്തവരുണ്ടോ? ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ അറിയാത്തവരോ? ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് അറ്റോമിക് ഭാരം റിലേറ്റ് ചെയ്ത് ചോദിക്കാം. എന്താണ്? അറ്റോമിക ഭാരം. സെക്കൻഡ് വൺ ഈസ് തന്മാത്രാ ഭാരം. അറ്റോമിക ഭാരം എന്ന് പറയുമ്പോൾ ഗ്രാം അറ്റോമിക് മാസ് എന്ന രീതിയിൽ പറയും. എന്താണ്? ഗ്രാം അറ്റോമിക് മാസ്. അപ്പൊ അവിടെ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് അറ്റോമിക ഭാരത്തിനെ ആണ്. പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? അറ്റോമിക ഭാരമാണോ, അറ്റോമിക നമ്പർ ആണോ, മോളിക്കുലാർ മാസ് ആണോ, എന്തിനെ ആശ്രയിച്ചിട്ടാണ് ആധുനിക പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അറ്റോമിക നമ്പർ ആണ്. ഈ അറ്റോമിക് നമ്പർ ആണോ അറ്റോമിക ഭാരം? അല്ല, ഏകദേശം എന്തായിട്ട് വരും? ഡബിൾ ആയിട്ട് വരും. അറ്റോമിക ഭാരം എന്ന് പറയുമ്പോൾ അതിന്റെ ന്യൂക്ലിയസിനകത്തുള്ള കാര്യങ്ങൾ എന്താണോ, അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണമായിട്ട് മേ ബി നമ്മൾക്ക് അതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അറ്റോമിക ഭാരം എന്ന് പറയുമ്പോൾ ആ ഒരു ആറ്റത്തിന്റെ ഭാരം. അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? പ്രോട്ടോണിന്റെയോ ഇലക്ട്രോണിന്റെയോ നമ്പർ എന്ന് പറയും. ഇത് രണ്ടും കൂടെ പറയുമ്പോൾ എന്താണ്? രണ്ടും കൂടെ ചേരുന്നതാണ് അറ്റോമിക ഭാരം. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ എണ്ണമായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? അറ്റോമിക ഭാരം എന്ന് പറയാം. അതുകൊണ്ടാണ് കുറച്ച് വേരിയേഷൻസ് ഒക്കെ ചിലതിനകത്ത് വരുന്നത്. അപ്പം നമ്മളുടെ ക്വസ്റ്റ്യൻ തന്മാത്രാ ഭാരമാണോ അറ്റോമിക ഭാരമാണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കണം. തന്മാത്രാ ഭാരം ആയിക്കോട്ടെ, അറ്റോമിക ഭാരം ആയിക്കോട്ടെ, ഞാൻ പറയുന്ന കാര്യം നല്ല വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാവത്തുള്ളൂ. അതുപോലത്തെ ടോപ്പിക്കാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പൊ തന്മാത്രാ ഭാരം ആയിക്കോട്ടെ, അറ്റോമിക ഭാരം ആയിക്കോട്ടെ, ഇപ്പൊ തന്മാത്രകളുടെ പിണ്ഡം ആയിക്കോട്ടെ, അതിനകത്തുള്ള ആറ്റങ്ങളുടെ മാസ് ആയിക്കോട്ടെ, പിണ്ഡമായിക്കോട്ടെ, എന്താണ്? തന്മാത്രാ ഭാരമാണ് ക്വസ്റ്റിനകത്ത് ഉണ്ടെങ്കിൽ തന്മാത്രകളുടെ പിണ്ഡം എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റിനകത്ത് അറ്റോമിക ഭാരം എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ചോദിക്കുന്നത്? അറ്റോമിക പിണ്ഡം എന്നാണ്. അതായത് അറ്റോമിക മാസ് എന്തെന്നിട്ടുള്ള രീതിയിൽ ചോദിക്കും. പിണ്ഡം എന്ന് പറഞ്ഞാൽ മാസ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്തുമായിക്കോട്ടെ,
അതായത് ആറ്റം വന്നാൽ അത്രയും ആറ്റം, എത്രയും ആറ്റം 6.022 into 10⁻23. ഓക്കെ, അപ്പം എന്ത് പറയണം? എന്ത് സംഭവത്തിലും അടങ്ങിയിരിക്കുന്ന ആറ്റത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞത് എന്താണ്? 6.022 into 10⁻23. ആറ്റം ചോദിച്ചാൽ ആറ്റം എന്ന് പറയണം. ഇതിന് പകരം തന്മാത്ര ചോദിച്ചു കഴിഞ്ഞാൽ 6.022 into 10⁻23 തന്മാത്ര എന്നിട്ടുള്ള രീതിയിൽ പറയണം. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായോ? ചോദ്യത്തിൽ അത് ഡിഫറൻസ്, വേറെ ഒരു പ്രത്യേകതയും ഇവിടെ ഇല്ല. അതായത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റവും ഉണ്ട്, ഹൈഡ്രജൻ എന്ന് പറയുന്ന തന്മാത്രയും ഉണ്ട്. ഓക്കെ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റവും ഉണ്ട്, ഹൈഡ്രജൻ എന്ന് പറയുന്ന തന്മാത്രയും ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള കൺസിഡറേഷൻ വരുന്നത് അനുസരിച്ചിട്ടാണ് അതിന്റെ ആൻസേഴ്സ് വ്യത്യാസപ്പെടുന്നത്. എല്ലാത്തിന്റെയും ആൻസർ സെയിം ആയിട്ട് വരും, കുറച്ച് ബോധം മാത്രം ഉണ്ടായേച്ചാൽ മതി. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നത് എന്നിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചത് 108 ആണ് എങ്കിൽ 108-നകത്ത് എത്ര ഉണ്ടായിരിക്കും? 6.022. അതായത് തന്മാത്രാ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ ഈ പറയുന്ന സംഭവത്തിൽ എത്ര പിണ്ഡമുണ്ട്? 108 ഗ്രാം. അതാണ് അർത്ഥം. ഇനി ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, ശ്രദ്ധിക്കണം. ഇപ്പൊ ഞാൻ ബേസിക്കലി പറഞ്ഞത് തന്മാത്രകളുടെ എണ്ണം. ഈ അമോണിയയുടെ ക്യാരക്ടർ എന്താണ്? NH3 ആണ്. കെമിക്കൽ ഫോർമുല ഏതാണ്? NH3. ഇപ്പൊ നൈട്രജന്റെ അറ്റോമിക് നമ്പർ എത്ര വരും? 7. അറ്റോമിക് മാസ് എത്ര വരും? 14. H3 വരുമ്പോ എത്ര വരും? 3 വരും. അപ്പം അമോണിയയുടെ 17 കിട്ടിയത് മനസ്സിലായല്ലോ. അതായത് ഇതിന്റെ അറ്റോമിക് ഭാരം, ഈ ഒരു മൂലകം നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും വരുന്നുണ്ട്. അതായത് 1 into 3 ആണ്. ഇവിടെ എത്ര ആറ്റം ഉണ്ട്? 3 ആറ്റംസ് ഉണ്ട് ഹൈഡ്രജന്റെ. NH3 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ തന്മാത്രകളുടെ എണ്ണം 17, അല്ലെങ്കിൽ ടോട്ടൽ ആറ്റത്തിന്റെ എണ്ണം 17. ജലം എന്ന് പറയുമ്പോൾ എത്ര പറയുന്നുണ്ട്? H2O. ഹൈഡ്രജന്റെ എത്ര? 2. ഓക്സിജന്റെ എത്ര വരും? അറ്റോമിക് മാസ് 16. ടോട്ടൽ ചേരുമ്പോ എത്ര വരും? 18. ജലത്തിൻ്റെത് അറിയാത്തവർ ഇത് കാണാതെ പഠിച്ചു വെക്കണം, ഇതെല്ലാം പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഹൈഡ്രജന്റെ തന്മാത്രകളുടെ എണ്ണം ചോദിക്കുമ്പോൾ എത്ര പറയണം? 2. H2 എന്ന് പറയുമ്പോൾ ഈ H2 എന്ന് പറയുന്ന ആ മൊത്തം ആറ്റത്തിനെ നമ്മൾ എന്തായിട്ടാ? ഒരു മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യും. അമോണിയ എന്ന് പറയുന്ന ഈ NH3യെ നമ്മൾ ഒറ്റ മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യും. H2O എന്ന് പറഞ്ഞതിനെ ഒറ്റ മോളിക്യൂൾ ആയിട്ട് കൺസിഡർ ചെയ്യും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഒരു കുക്കറിൽ നമ്മൾ സാമ്പാർ വെക്കുന്നു. അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അതിനെ എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ എന്തു പറയുന്നു? സാമ്പാർ എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞതുപോലെ അമോണിയക്കകത്ത് ഒരു നൈട്രജനും 3 ഹൈഡ്രജനും കൂടെ ചേരുമ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും? അമോണിയ എന്ന് വിളിക്കും. ഈ ഹൈഡ്രജൻ ഒരു ഓക്സിജനുമായിട്ട് ചേരുന്ന സമയത്ത് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ജലം എന്ന് വിളിക്കും. ക്ലിയർ? ഇനി മനസ്സിലാവുന്നു എന്തേലും പറയുന്നത്? കേൾക്കുന്നുണ്ടോ? ഹലോ, നെറ്റ് പോയോ? ഓക്കെ. ഇവിടെ നമ്മൾ വെറുതെ നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 14 എന്നേ പറയത്തുള്ളൂ. നൈട്രജന്റെ അറ്റോമിക് മാസ് 14. പക്ഷേ നൈട്രജന്റെ തന്മാത്രാ ഭാരം എന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര പറയണം? N2-ന്റെ വാല്യൂ എടുക്കണം. മനസ്സിലായോ? അതാണ് ഡിഫറൻസ്. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഒരിക്കലും ഇത് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം, അറ്റോമിക് നമ്പർ അല്ല. അതായത്
അറ്റോമിക ഭാരം വെച്ചിട്ടാണെങ്കിൽ എന്തു പറയും? അറ്റോമിക മാസ് എന്ന് പറയും. ഓക്കെ, ഇനി അത് മോളിക്യൂൾസ് റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ അതിനെ എന്ത് പറയുന്നുണ്ട്? തന്മാത്ര എന്നിട്ടുള്ള രീതിയിൽ പറയണം. ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയണം. ഡിഫറൻസ് ഇതേ ഉള്ളൂ. ഗ്രാം അറ്റോമിക് മാസും ഗ്രാം മോളിക്കുലാർ മാസും. ഇനി ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഓക്സിജന്റെ അറ്റോമിക് മുമ്പേ എടുത്തപ്പോ എത്ര പറഞ്ഞത്? ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്ര? 8. ഇനി ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്ര? മാസ് വരുമ്പോ എത്ര പറയും? 16. ഇനി ഓക്സിജന്റെ മോളിക്കുലാർ മാസ് വരുമ്പോ എത്ര പറയണം? അതിന്റെയും ഡബിൾ ആക്കി പറയണം. O2 എന്നിട്ടുള്ള രീതിയിൽ പറയണം. ഇപ്പൊ മനസ്സിലാവുന്നോ പറയുന്നത്? അതായത് നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കണം. അറ്റോമിക് നമ്പറിന്റെ ഡബിൾ ആയിട്ട് ഏകദേശം ആര് വരും? അറ്റോമിക ഭാരം വരും. അതിന്റെയും ഡബിൾ ആയിട്ട് ആര് വരും? മോളിക്കുലാർ ഭാരം വരും. ഏകദേശം ഡബിൾ ആയിട്ട് വരും, അപ്രോക്സിമേറ്റ്ലി. ഇനി നമുക്ക് H2SO4 എന്ന് പറയുമ്പോൾ ടോട്ടലി അതിന്റെ തന്മാത്രകളുടെ എണ്ണം എത്ര എണ്ണം വരുന്നുണ്ട്? 98 തന്മാത്രകൾ വരും. പറയുന്നത് ഓക്സിജന്റെ ആണെങ്കിൽ 32, ഹൈഡ്രജന്റെ 2, നൈട്രജന്റെ 28. അപ്പൊ ഇങ്ങനെ നമുക്ക് അറിയണം. ഇപ്പൊ ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്ന സംഭവമാണ് ഏത്? 6.022 into 10⁻23 എന്ന് പറയുന്ന സംഭവം. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു അമോണിയയിൽ, അതായത് 17 തന്മാത്രകളുള്ള അല്ലെങ്കിൽ 17 ഗ്രാം മോളിക്കുലാർ മാസ് ഉള്ള അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന ഈ പറയുന്ന എത്ര തന്മാത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ. ഓക്കെ, സൾഫ്യൂരിക് ആസിഡിനകത്ത് ഒരെണ്ണം ചോദിച്ചാൽ എത്ര ആൻസർ? ഈ 98നകത്ത് അടങ്ങിയിരിക്കുന്നത് എത്ര? 6.022 into 10⁻23. ഓക്സിജന്റെ ഇത്ര ചോദിച്ചാൽ എത്ര? അത്രോ. ഹൈഡ്രജന്റെ ചോദിച്ചാലും അത്രയും, നൈട്രജന്റെ ചോദിച്ചാലും അത്രയും, ജലത്തിന്റെ ചോദിച്ചാലും അത്രയും. മനസ്സിലായോ? അതായത് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന ഒരെണ്ണത്തിനകത്തുള്ളത് എന്തിനു തുല്യമാണ്? ഒരു അവോഗാഡ്രോ. അതായത് 32 ഗ്രാം ഓഫ് ഓക്സിജനകത്ത് അടങ്ങിയിരിക്കുന്നതാണ് 6.022 എന്ന് പറയുന്നത്. ക്ലിയർ? മനസ്സിലായോ പറഞ്ഞ കാര്യം? അതുപോലെ ഹൈഡ്രജന്റേതും ഇത് തന്നെ പറയുന്നു, നൈട്രജന്റേതും ഇത് പറയുന്നു. ജലത്തിന്റെ എടുത്താലും അമോണിയ, ആ മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരെണ്ണത്തിനകത്തുള്ളത്, ഒരു ഗ്രാം മോളിക്കുലാർ മാസിനകത്ത് അടങ്ങിയിരിക്കുന്നത് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയേ ഉള്ളൂ? ഇപ്പൊ നമ്മൾ പറയും ഒരു ഗ്രാം സ്വർണത്തിന് ഇത്ര വില, അതിന് എത്ര ഗ്രാം ഉണ്ടെങ്കിലും ഒരു ഗ്രാമിന് ഇത്ര എന്ന് പറയുന്നത് പോലെ ഈ ഏത് പദാർത്ഥം ഭൂമിയിലെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒരു ഗ്രാം തന്മാത്രാ ഭാരത്തിൽ അടങ്ങിയിരിക്കുന്നത് തന്മാത്രകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6.022. മനസ്സിലായോ? ഇനി ഇതുപോലെ ഈ സംഭവത്തിനെ ഒന്ന് മാറ്റി അറ്റോമിക് ലെവലിൽ പിടിച്ചു കഴിഞ്ഞാൽ സെയിം സംഭവം തന്നെ 6.022 ഇന്റ് മോളിക്യൂൾസിന് പകരം എന്താക്കി കൊടുക്കണം? ആറ്റം ആക്കി കൊടുക്കണം. ദാറ്റ്സ് ഓൾ. പക്ഷെ ഇതിന്റെ എല്ലാം ഹാഫ് ആയിട്ട് മാത്രമേ ആര് വരത്തുള്ളൂ? ആറ്റം വരത്തുള്ളൂ. മനസ്സിലായോ? അതായത് കേസ് ഞാൻ കാണിച്ചു തരാം, നോക്കൂ. അതായത് ഹൈഡ്രജന് നമ്മൾ അവിടെ 2 പഠിച്ചു. അറ്റോമിക് മാസ് പറയുന്ന സമയത്ത് ഹൈഡ്രജൻ എന്തേ പറയത്തുള്ളൂ? 1 പറയത്തുള്ളൂ. ആറ്റത്തിന്റെ കൺസിഡറേഷൻ ആണ് വരുന്നത്. ഇനി കാർബൺ നമ്മൾ എടുക്കുമ്പം കാർബണിന്റെ പിന്നെ അറ്റോമിക് നമ്പർ എത്ര? കാർബണിന്റെ അറ്റോമിക് നമ്പർ പറഞ്ഞേ 6 അല്ലെ? അപ്പൊ അറ്റോമിക് ഭാരം എന്ന് പറയുമ്പോൾ എത്ര വരണം? 12. അപ്പൊ ആ 12 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തുവാ? ഈ സംഭവം. മനസ്സിലായോ? ഈ 12 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ആ പറയുന്നത്, അതായത് ഒരു കാർബണിൽ അടങ്ങിയിരിക്കുന്ന 12 എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വീട്ടിൽ ഒരു കാർബൺ ഉണ്ട്. ആ കാർബൺ 12 ഗ്രാം ആണ്. ആ 12 ഗ്രാം എത്രയേ അടങ്ങത്തുള്ളൂ? 6.022. ഇനി സെയിം സംഭവം നമ്മൾ ഓക്സിജൻ എടുത്തു. ഓക്സിജൻ അറ്റോമിക് നമ്പർ എത്ര?
8. ഓക്സിജന്റെ അറ്റോമിക് മാസ് എത്ര? 16. മനസ്സിലായോ? അപ്പൊ ഈ 16 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്ര എത്ര ആറ്റം ഉണ്ട്? 6.022. മനസ്സിലായോ പറഞ്ഞ കാര്യം? അപ്പം അറ്റോമിക് ലെവലിൽ പറയുമ്പോൾ ആറ്റങ്ങൾ എന്ന് പറയും, മോളിക്കുലാർ ലെവലിൽ പറയുമ്പോൾ തന്മാത്രകൾ എന്ന് പറയുന്നു. ബട്ട് ഏത് റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്? ആറ്റം പറയുമ്പോൾ 6.022 പറയുന്നു, തന്മാത്ര പറയുമ്പോൾ 6.02. രണ്ടിന്റെയും വാല്യൂ സെയിം ആണ്. അറ്റോമിക് ലെവലിൽ നോക്കുമ്പോൾ ആറ്റത്തിന്റെ പേര് വെച്ച് പറയുന്നു, മോളിക്കുലർ ലെവലിൽ പറയുമ്പോൾ മോളിക്യൂൾസ് വെച്ച് പറയുന്നു. ദാറ്റ്സ് ഓൾ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് 16 ഗ്രാം ഓക്സിജനിൽ ഇത്രയും ഉണ്ട്. ക്ലിയർ? ഞാൻ ഇച്ചിരി ഡീപ്പായിട്ടൊന്ന് പോവാണ്, ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഈ 16 പകരം 32 ഗ്രാം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾ എന്ന് ചോദിക്കുമ്പോൾ എത്ര എണ്ണം പറയണം അവിടെ ആൻസർ? മോളിക്യൂൾ ആണ് ഞാൻ ഇത് പകരം മാറ്റിയത്. ആൻസർ എന്തായിട്ട് വരും? എത്ര ഓക്സിജൻ തന്മാത്രകൾ എന്ന് പറയണം? അവിടെയും ആൻസർ 6.022. ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് 32 ഗ്രാമിൽ അടങ്ങിയിരിക്കുന്നത് 6.022 മോളിക്യൂൾസ് ആണ് എങ്കിൽ, ഇവിടെ ആറ്റം ആണെങ്കിൽ എന്ത് പറയണം? ഈ സെയിം സംഭവം 32 ഗ്രാം മോളിക്യൂളിന് പകരം ഞാൻ ആറ്റം എന്നിട്ടു, ആൻസർ എന്തായിട്ട് കൊടുക്കും? പറഞ്ഞു നോക്കൂ. അതായത് ഒന്നുകൂടെ പറയാം ക്വസ്റ്റ്യന്. 16 ഗ്രാം ഓക്സിജനിൽ 6.022 ഇൻറ്റു 10⁻23. ഇനി ഞാൻ ചോദിക്കുവാണ്, 32 ഗ്രാം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ അവിടെ എത്ര എണ്ണം വരും? വെരി ഗുഡ്. എത്ര പറയണം? 2 ഇൻറ്റു 6.022. എങ്ങനെ വന്നു? 32 ഗ്രാം ആണ്. അതിനെ നമ്മൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 2 എണ്ണം ആക്കണം. ഒന്നിന്റെ വാല്യൂ ആണ് 16. 32 ഉണ്ട്. ഇനി ഞാൻ ചോദിക്കുവാണ്, 64 എന്നാ ചോദിച്ചിരിക്കുന്നത്, ആറ്റമാ ചോദിച്ചിരിക്കുന്നത്, ഓക്സിജനുമാ ചോദിച്ചിരിക്കുന്നത് എങ്കിൽ നമ്മൾക്ക് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ പറയും? വാല്യൂ പറഞ്ഞേ. 64നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് 6.022 ഇൻറ്റു അത്രയും ആറ്റങ്ങൾ. മനസ്സിലാവുന്നോ പറയുന്നത്? ഇനി ക്വസ്റ്റ്യന് 48 ആണെന്ന് വിചാരിച്ചു. 48 ഗ്രാം ഓഫ് ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന ആറ്റമാണെന്ന് ചോദിച്ചു എങ്കിൽ ആൻസർ എന്ത് വേണം? 48/16. ഇപ്പൊ ഐഡിയ കിട്ടിയോ? ഇത് ആറ്റത്തിന്റെ കേസ്. ഇനി ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. 32 ഗ്രാം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എത്ര ഓക്സിജൻ മോളിക്യൂൾസ് അടങ്ങിയിരിക്കും? പറയണം. 6.022. കാരണം എന്താ? 32/32. അടുത്ത ക്വസ്റ്റ്യന് 64 ഗ്രാം ഓക്സിജനിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകൾ എത്ര എണ്ണം വരും? മോളിക്യൂൾ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 32, ആറ്റം ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 16. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ്. ഓക്കെ, നമ്മളുടെ ചോദ്യം ആറ്റം ആണെങ്കിൽ അറ്റോമിക ഭാരം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ തന്മാത്രയാണ് എങ്കിൽ തന്മാത്ര ഭാരം കൊണ്ട്, ഒരെണ്ണത്തിന്റെ ഭാരം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 6.022 ഇൻറ്റു 10⁻23. ദാറ്റ്സ് ഓൾ. അപ്പം ഇവിടെ നമുക്ക് അറ്റോമിക മാസ് ആണ് ഹൈഡ്രജന് 1, ഹീലിയം 4, സോഡിയത്തിൻ്റെതും എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യമാണ്. 12 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ആണെന്ന് അതിന്റെ അർത്ഥം. ഈ 12 ഗ്രാം കിട്ടിയത് മനസ്സിലായോ എങ്ങനെയാണെന്ന്?
16 ഗ്രാം ഓക്സിജൻ കിട്ടിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊന്നുകൂടെ നന്നായിട്ട് റെഫർ ചെയ്ത് പഠിക്കണം, എന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രാ ഭാരം 108 ആണ് എങ്കിൽ ആ പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ പിണ്ഡം എന്ന് പറഞ്ഞത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. 108 നൈസായിട്ട് വെറുതെ വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ശരി, ബൈ, താങ്ക് യു.